എന്റെ ഫുൾ ഹൈറ്റായി ഞാൻ മറിച്ചിടാൻ എനിക്കെന്താ ഭ്രാന്ത. പക്ഷെ ബസർ അടിക്കുന്ന. നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷ രണ്ടാമത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞ ഉടനെ ഇടുന്ന ഒരു റിവ്യൂ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇന്നും താമസിച്ചാണ് തുടങ്ങിയത്. 12 എനിക്ക് തോന്നുന്നു 12:15 12:30 എന്തൊക്കെ ആയി. കിടന്നുറങ്ങാൻ വേണ്ടി പോയപ്പോഴാണ് വീണ്ടും വന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ആദ്യം പറയാനുള്ളത്, എന്റെ പൊന്ന് രഞ്ജിനി ഹരിദാസ്, നിന്റെ മുട കാണാൻ വേണ്ടിയിട്ടല്ല വന്നിരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കി. എന്തോന്ന് മുടയുടെ ഇതെന്തോന്ന് ഇത്? ഞാൻ രഞ്ജിനി, നിങ്ങളുടെ സീസൺ 1 ആയിരുന്നു. താങ്കൾ ഇവിടെ ജഡ്ജാണ്, അല്ലാതെ അവരെക്കാളും വലുതാണ് ഞാനെന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. നിങ്ങൾ നല്ലൊരു മത്സരാർത്ഥിയാണെന്നു എന്നൊക്കെ തെളിയിച്ചു കഴിഞ്ഞു. എന്തോന്ന് മുടയുടെ ഇത്? സത്യം പറഞ്ഞാൽ ഇന്ന് ആ 3 ജഡ്ജസിൽ ഇരിക്കുന്നതിൽ ഒരുവിധം സ്റ്റാൻഡേർഡ് ആയിട്ട് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നത് ഞാൻ നോക്കിയിട്ട് അത് അഖിൽമാരാർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും എന്താണ് സംഭവം, ഇങ്ങനെയാണ് നിങ്ങളുടെ ചിലരൊക്കെ ഒന്ന് അയ്യോ എനിക്ക് തന്നെയാണ് കപ്പ്, വേറെ ആർക്കും കൊടുക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അഖിൽമാരാറാണ് എന്നുള്ളതാണ്. ചുമ്മാ അതല്ല അവൻ ട്രോഫിയും കൊണ്ടുപോയത്. ഇവിടെ രഞ്ജിനി ഹരിദാസ് ഇന്ന് വന്നിരുന്ന എന്തൊരു മുട എനിക്കറിഞ്ഞൂടാ. അല്ല, മറ്റു നിങ്ങൾ 3 പേരും ജഡ്ജസ് ആണ്, മറ്റുള്ളവരടുത്ത് ആലോചിക്കുക പോലും ചെയ്യുന്നില്ല. മുട കാണിച്ചിരുന്ന് ഓരോ തീരുമാനങ്ങളും എടുക്കുകയാണ് എന്നുള്ളതാണ്. ജഡ്ജസിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് അഖിൽമാരാറിന്റെ ഭാഗത്തു നിന്ന് തെറ്റ് വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഞാൻ പറയാം. അപ്പോ ഇവിടെ 3 പേരായിട്ട് ഇന്നലത്തെ കളിയിൽ ഔട്ടായ 20 പേരെ വന്നു, 3 ടീമായിട്ട് എടുക്കുന്നു. ഓക്കെ, എടുത്തതിന് ശേഷം ഓരോ ടാസ്കുകൾ കൊടുക്കുന്നു. അതിനകത്ത് ഈ നമ്മളെ ഇൻഫിനിറ്റി പെൻഡന്റ് 3 പേർക്ക് കിട്ടി, 4 പേർക്ക് കിട്ടി, ഇന്ന് ബാക്കിയുള്ളവർ പോകുന്നു. അപ്പോൾ ഇവിടെ ആരെയൊക്കെയാണ് ഔട്ട് ഹൗസിലേക്ക് പോകുന്നത് എന്ന് തീരുമാനിക്കുമ്പോൾ ഈ രഞ്ജിനി അങ്ങ് സ്വയമേ അങ്ങൊരു തീരുമാനം എടുക്കുകയാണ്. നീ പോ, അത് തന്നെ, വേറെ മാറ്റമൊന്നുമില്ല, ഞാൻ പറഞ്ഞ തീരുമാനിക്കണ്ടേ? നിങ്ങൾക്ക് തീരുമാനിക്കണം. അപ്പുറത്തിരിക്കുന്ന ജഡ്ജസിനോട് ചോദിക്കുക, എടുക്കുക, ഒന്നും ചെയ്യുന്നില്ലേ? ഇവിടെ തന്നെ അങ്ങ് പറയാണ് എന്തോന്ന് അവരെയും കാട്ടി വലുതാണ്, അത് അവരെയും കാട്ടി ഈഗോ ഈ പറയുന്ന രഞ്ജിനി ഹരിദാസിനുള്ളത് പോലെ തോന്നുന്നുണ്ട്. അവിടെ വരുന്നവർക്ക് ഞാൻ എന്തോ മറ്റവരാണെന്ന് കാണിക്കാൻ വേണ്ടി പൂജയെ പോലുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, ഞാൻ ഭയങ്കര ആക്റ്റീവാണ്. അതായത് കഴിഞ്ഞ എപ്പിസോഡിലെ പൂജ കരഞ്ഞത് കൊണ്ടാണ് എന്ത് ചെയ്തത്, അവൾക്ക് കിട്ടിയത് അത് ഒരു ഫെയർ അല്ല എന്നുള്ള രീതിയിൽ അവൾ വാദിക്കാൻ നോക്കിയപ്പോൾ ഇവിടെ അഖിൽമാരാർ കൃത്യമായിട്ട് വല്ലരെയും ദേഹത്ത് പഴി ചാരിക്കൊണ്ടല്ല നിങ്ങൾ വാദിക്കാനുള്ളത്. ആ ഒരു അവസരം നിങ്ങൾ യൂസ് ചെയ്യണമായിരുന്നു. പൂജ അവിടെ യൂസ് ചെയ്ത് പൂജയ്ക്ക് എന്ത് ചെയ്തു, അത് കിട്ടി. അപ്പൊ അത് കൃത്യമായിട്ട് പറഞ്ഞു. അതൊരു വാശി പോലെ എടുത്തിട്ട് അവളെ വീണ്ടും ടബേനെടുത്ത് ഒന്നും നോക്കുക, ടബേനെടുത്ത് വീണ്ടും ഔട്ട് ഹൗസിലേക്ക് ഇടാൻ, അതൊരു ഒരാളെടുത്ത് ചോദിക്കുക പോലും ചെയ്യാതെ എടുത്തിടാൻ എനിക്ക് മനസ്സിലായി. രഞ്ജിനി ഹരിദാസ് ഇന്ന് പലയിടത്തും രഞ്ജിനി ഹരിദാസിന്റെ മുടയാണ് ഇന്ന് കണ്ടത് എന്ന് പറയേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് ജഡ്ജസിന്റെ ഭാഗത്തു നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമുണ്ട്. നമ്മളിപ്പം ഇന്നലെയും ഇന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ രാകേഷ് മട്ടാഞ്ചേരിക്കാരനെന്തോആണ്, ഇവിടെ കണ്ടാൽ തന്നെ ഒരു വെറൈറ്റി ലുക്കും ഒക്കെ ഇല്ല. ആ രാകേഷ് എന്ന് പറയുന്ന പുള്ളി, അവൻ ടാസ്കിൽ തോറ്റിട്ട് പോലും അവർക്ക് ഈ പറയുന്ന ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുത്ത് അതിനകത്ത് സേഫ് ആക്കി ഇരുത്തു. അതിലെ നമ്മൾ ക്ലാപ്പ് ചെയ്യണം. കാരണം ഈ കൊടുക്കുന്ന ടാസ്കുകൾ അതൊരു ഭാഗ്യപരീക്ഷണം കൂടിയാണ്. ചിലപ്പം ജയിക്കാം, ചിലപ്പം തോക്കാം. അപ്പം ഈ ഇത്രയും 20 പേരിൽ നമുക്ക് പെട്ടെന്ന് എന്ന് പറയാനുള്ളത് ആ രാകേഷ് സംസാരിക്കാൻ കഴിവുണ്ട്, ഒരു വെറൈറ്റിയാണ്, ഭയങ്കര എനർജറ്റിക് ആണ്, രൂപം കൊണ്ടും ഭാഷ കൊണ്ടും. ഭാഷയൊക്കെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ടപ്പനെ കൃത്യമായിട്ടുള്ള ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള മറുപടിയൊക്കെ അവൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവൻ നേരെ കൊണ്ട് ഔട്ട് ഹൗസിലോ അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലോ കൊണ്ട് ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ എന്ത് ചെയ്യാം, ഡയറക്റ്റ് അവൻ ടാസ്കിൽ തോറ്റുപോയി എങ്കിൽ കൂടിയും അവന് പെൻഡന്റ് കൊടുത്ത് അവൻ അതിനകത്തോട്ട് കയറ്റിയതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അവിടെ ഞാൻ ഈ പറയുന്ന എന്താണ് ജഡ്ജസിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അവരത് കണ്ടുപിടിച്ചു. ഇവൻ ഈ ടാസ്ക് തോറ്റാലും ഇവൻ അങ്ങനെ പുറത്ത് കളയാൻ ആളല്ല, അവൻ ബിഗ് ബോസിൻ്റെ ഒക്കെ ഡയറക്റ്റ് ആയിട്ട് പോകാനുള്ള ആളാണ്. ഇപ്പം നമ്മൾ 2 എപ്പിസോഡിൽ എനിക്ക് തോന്നിയത് നല്ല കാലിബറുള്ള നമുക്ക് കണ്ടന്റ് തരുന്ന, ആരുടെയും ഇടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ആയി മാറും ഈ പറയുന്ന രാകേഷ് എന്നുള്ളതാണ്. കണ്ടിട്ട് കൊള്ളാം. ബിഗ് ബോസിൽ വന്നാൽ ഈ 6 പേര് ബിഗ് ബോസിനകത്തോട്ട് വരില്ല, അതിൽ ഒരാൾ രാകേഷ് ആകട്ടെ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു 99% ആ പുള്ളി കയറുമെന്ന് തോന്നുന്നു. മനസ്സിലായി. ഡിബേറ്റിനൊക്കെ പുള്ളി അറ്റു നിൽക്കും, ഡിബേറ്റിനൊന്നും വിട്ടുകൊടുക്കത്തില്ല, ഭയങ്കര എനർജറ്റിക് ആണ്. പറയുമ്പോൾ ഈ പറയുന്ന ടാസ്കുകളായാലും നല്ല എനർജറ്റിക് ആയിട്ട് അത് നല്ല രീതിയിൽ വെച്ചതാണ്. ഒരു സൈഡിൽ വെച്ച് അത്
പൊളിഞ്ഞു വീണ് അല്ലെങ്കിൽ അവൻ ജയിക്കുമായിരുന്നു. അപ്പോൾ അവൻ നല്ലൊരു അസറ്റായിട്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി ഈ പറയുന്ന ഈ നമ്മുടെ ജഡ്ജസിന്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് ഞാനൊന്ന് പറയാം. അതായത് ഒരു വേള അവിടെ ഒരു മറ്റേ ഈ സ്ട്രോ ഉപയോഗിച്ച് ഇങ്ങനെ വലിച്ചെടുത്ത് മറ്റേ പേപ്പർ ഒട്ടിച്ച് കൊണ്ടുവരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് ഒരാൾ വന്ന് അവന്റെ സ്ട്രാറ്റജി ഉപയോഗിച്ച് അവൻ ഊതി പറപ്പിച്ചു, മറ്റവരെടുക്കാതെ ഊതി പറപ്പിച്ച് അവൻ എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് അവന് നിങ്ങൾ പെൻഡന്റ് കൊടുത്തു, അവരെ നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്തു. ഓക്കെ, അതിന് മുമ്പേ ഫസ്റ്റ് നടന്ന ഒരു ടാസ്ക് ഉണ്ട്. ആ ടാസ്കിനകത്ത് മറ്റേ കട്ട വെച്ചിട്ടില്ലേ, ഒരു ചുവന്ന കട്ട ആദ്യം അടിയിൽ വെക്കുക, അതിന് മേളിൽ പല 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 പിരമിഡുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുക, വലിയൊരു ഇതാക്കുക. ബസറടിക്കുമ്പോൾ ആണല്ലോ, അത് ബസറടിച്ചു. പിന്നീട് രണ്ടുപേരെ ബസറടിച്ചപ്പോൾ രഞ്ജിനി ഹരിദാസ് രഞ്ജിനി ഹരിദാസും ഈ പറയുന്ന നമ്മുടെ റിയാസ് സലീമും കൂടി പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഒരുത്തൻ അൺഫെയർ ആയിട്ട് കളിച്ചു എന്നുള്ളത്. ഒരുത്തൻ അൺഫെയർ ആയിട്ട് കളിച്ചു. അവൻ എന്ത് ചെയ്തു, 3-4 കട്ട ഒരുമിച്ചെടുത്ത് അടുക്കി വെച്ചുകൊണ്ട് എടുത്ത് വെച്ചു എന്നാണ് രഞ്ജിനി ഹരിദാസ് പറയുകയും, അതുകൊണ്ട് നീ ഫെയർ ആയി കളിക്കാത്തത് കൊണ്ട് നീ ഉടനെ ആരെടുത്തൊന്നും ചെയ്യുക, രഞ്ജിനി ഹരിദാസ് അങ്ങ് തീരുമാനിക്കുകയാണ് നീ നേരെ പോയി ഔട്ട് ഹൗസിൽ ഇരി എന്നുള്ളത്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ടാസ്കിൽ എവിടെയാണ് ഒരു കട്ട വെച്ച് തന്നെ അടുക്കണമെന്ന് ടാസ്കിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ടാസ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊരു സ്ട്രാറ്റജി ആയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ എടുത്തില്ല? എനിക്കത് മനസ്സിലായിട്ടില്ല. ഒരാള് അങ്ങനെ ഊതിക്കളഞ്ഞപ്പോൾ അത് ഭയങ്കര സ്ട്രാറ്റജി, അതുകൊണ്ട് അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. മറ്റൊരാൾ മറ്റൊരു സ്ട്രാറ്റജി ഉപയോഗിച്ചു. ആണോ, അവൻ മറ്റൊരു സ്ട്രാറ്റജി ഉപയോഗിച്ചു. ആ ടാസ്ക് അത് ഞാൻ കേട്ടില്ല. ഓരോ കട്ടയായിട്ട് തന്നെ അടുക്കണമെന്ന് ആ ലെറ്റർ നമ്മൾ എപ്പോഴും ഈ പറയുന്ന അഖിൽമാരാറും അവിടെ ഇത് കേട്ടിട്ട് മിണ്ടാതിരും. അഖിൽമാരാണ് പറയാം, അത് ലെറ്ററിനകത്തുള്ള ലൂപ്പോൾസ് കണ്ടുപിടിച്ച് നമ്മൾ ടാസ്ക് ചെയ്യിക്കണം, അല്ലേ, ടാസ്ക് നടത്തണം, അല്ലെങ്കിൽ ടാസ്ക് ചെയ്യണം. അതാണ് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ അവിടെ നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിന് പകരം അവനെ നേരെ എടുത്ത് എന്ത് ചെയ്യുന്നു അറിയാമോ? അവനെ നേരെ ഒരൊറ്റ വാക്ക് പോലും മറ്റുള്ള ജഡ്ജസിനോട് ചോദിക്കുക പോലും ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്തു, നേരെ അവനെ കൊണ്ട് ഔട്ട് ഹൗസിൽ ഇട്ടു. അതെന്തൊരു ന്യായമാണ്? വളരെ പുവർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരിതാപകരമെന്ന് പറയേണ്ടതായിട്ട് വരും. ജഡ്ജസിന് എന്തോ ഒരു അഹങ്കാരം മൂത്തിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് രഞ്ജിനി ഹരിദാസ് എന്തോ ഞാനാണ് മറ്റവള്, ഇവര് രണ്ടുപേരെയും കാട്ടി കേമത്തി ഞാനാണ് എന്നുള്ള രീതി. അതുപോലെ കണ്ടസ്റ്റൻസിനോട് അവരെന്തെങ്കിലും പറയണേ അവരുടെ അടുത്തൊരു മുട പോലെ, അവരുടെ അടുത്തൊരു ദേഷ്യം പോലെയൊക്കെ. പിന്നെ നീ എന്നെക്കാളും മേളൊന്നും വരണ്ട എന്നിപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, രഞ്ജിനി നീ കഴിഞ്ഞ്, നീ ജഡ്ജാണ്. അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം നിങ്ങളുടെ അഹങ്കാരം നീ അവരുടെ അടുത്ത് എന്തിന് അഹങ്കാരം കാണിക്കുന്നു പറഞ്ഞുകൂടാ. വാശിയും വൈരാഗ്യമൊക്കെ അവരുടെ അടുത്ത് എന്തിന് കാണിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞത് പോയിന്റ് അല്ലേ, അവിടെ കട്ടകൾ അടുക്കി വെക്കേണ്ടത് ഓരോ കട്ടയായിട്ട് അടുക്കണമെന്ന് ടാസ്ക് ലെറ്റർ പറഞ്ഞിട്ടില്ല. അവരൊരു 4 വെച്ച് അവനൊരു ഐഡിയയിൽ അവന്റെ സ്ട്രാറ്റജിയിൽ അവൻ അടുക്കി. അത് ഫെയർ ആയിട്ടുള്ള കളിയല്ല എന്ന് ജഡ്ജസിന് എങ്ങനെ പറയാൻ സാധിക്കും? എന്ന് നിങ്ങൾ ഫെയർ ആയിട്ടുള്ള കളിയല്ല എന്ന് പറഞ്ഞത് മാത്രമല്ല, അവനെ ഡയറക്റ്റ് പിടിച്ച് മറ്റുള്ള ഈ പറയുന്ന ജഡ്ജസിനോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ നീ എടുത്ത് അവൻ ഔട്ട് ഹൗസിൽ ഇടുകയും ചെയ്തു. ഈ പ്രാന്തൻ എന്തെങ്കിലും അവനത് പറയണ്ടേ? ബുദ്ധിയുള്ളവനാണെങ്കിൽ അവൻ അപ്പം അവിടെ വെച്ച് പറയണമായിരുന്നു, ആ ടാസ്ക് ലെറ്ററിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കണമായിരുന്നു എന്നുള്ളതാണ്. അവിടെ അവൻ ചോദിച്ചുമില്ല. ഓക്കെ, അപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ രാകേഷ് എന്ന് പറയുന്ന പുള്ളി പുള്ളി എന്തായിരുന്നു പണി? കാർപ്പൻറ്റർ ആണ് അല്ലേ? പുള്ളി കാർപ്പൻറ്റർ ആണ്. ഓക്കെ, ആ പുള്ളി ഒന്നൊന്നര സാധനമാണ്. ആരെയും പിന്നെ വകവയ്ക്കാതെ സംസാരിക്കാനും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ, അങ്ങനെ സ്ലാങ്ങും കൂടി ഒരു പ്രത്യേക സംഭവമുണ്ട്. വളരെ സാധാരണക്കാരനാണ്. ആ രൂപത്തിൽ തന്നെ നമുക്കൊരു വ്യത്യസ്തത തോന്നുന്നുണ്ട്. ഒരു എനർജറ്റിക്, എല്ലാത്തിനും നല്ല സൂപ്പറായിട്ട് നിന്ന് സംസാരം. അപ്പോൾ അതൊരു അസറ്റായിട്ട് എനിക്ക് തോന്നുന്നു. ബിഗ് ബോസിനകത്ത് ഈ പുള്ളിയെ നമുക്ക് വേണമെങ്കിൽ മറ്റൊന്നും ഒരു അത്ഭുതമൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇത് ഒരു ആൾ ഇയാളായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്നുള്ളതാണ്. ഒരാൾ ഇയാളായിരിക്കും എന്നുള്ളത്. പിന്നെ ജഡ്ജസിൻ്റെ വീണ്ടും പറയുന്നു ഉറച്ചെന്ന് അമേതി എന്നുള്ളതാണ്. പിന്നെ ആങ്കർ മോശം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റനീഷയുടെ ആങ്കറിങ് എനിക്ക് എന്തോ ഒരു അപാകത അല്ലേ, എന്തോ ഒരു നാച്ചുറാലിറ്റി ഇല്ലാത്തത് പോലെ തോന്നുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ കേസ് പറഞ്ഞാൽ കുറേവരൊക്കെ എന്തോക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ചൊരു ഇംപ്രഷൻ എനിക്ക് തോന്നിയിട്ടില്ല. മറ്റാരെയും എടുത്ത് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആര്. പിന്നെ ഒരു കൊച്ചു പെണ്ണുണ്ടായിരുന്നല്ലോ, പേര് മറന്നുപോയി. ഈ പറയുന്ന ഈ പെൻഡന്റ് കിട്ടിയായിരുന്നു, സ്വിമ്മറാണ്, വളരെ പ്രായം കുറവുള്ള, മറ്റേ ഈ ട്യൂബ് വെച്ചിരിങ്ങനെ വലിച്ചെടുക്കുന്ന ഇതില് ജനീറ്റ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി, അങ്ങനെ ആയിരുന്നു പേര്. അപ്പം
അവള് കൊള്ളാം, കൊച്ചാണെങ്കിലും എനർജറ്റിക് ആണ്, അവൾക്കും ഈ പറയുന്ന ആ പെൻഡന്റ് കിട്ടിയായിരുന്നു. അതും ഒരുവിധം പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി അങ്ങോട്ട് ആരും ഇംപ്രസീവ് ആയിട്ടുള്ളവരാരും കണ്ടില്ല എന്നുള്ളതാണ്. ഇംപ്രസീവ് ആയിട്ടുള്ളവരാരും അങ്ങനെ നമുക്ക് എന്താണ്, പിന്നെ ആ പൂജ കിടന്ന് വെറുതെ കിടന്ന് എന്തോ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒക്കെ കിടന്ന് തർക്കിക്കുന്നുണ്ട് ഒക്കെ. അതായത് പെൻഡന്റ് തട്ടിയിട്ട് അറിഞ്ഞുകൊണ്ടാണ് തട്ടിയിട്ട് എനിക്ക് അവിടെ ഇതൊക്കെ സ്വാഭാവികമാണ്. ഓരോരുത്തരോ പിന്നെ എന്താണ് ഈ പറഞ്ഞതുപോലെ ഞാനെന്ന് ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് പലതും ചെയ്യും. പക്ഷെ ഓവറായി പോകരുത് എന്നുള്ളതാണ്. ഈ ഓവറായി പോകരുത് എന്നുള്ളത് വളരെ അഖിൽമാരാർ പറഞ്ഞു കൊടുത്തതുപോലെ വളരെ ക്വൈറ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. അതിന് പകരം അവരുടെ അടുത്ത് ദേഷ്യം കാണിക്കുന്നത്, നീ അവിടെ പോയി, നീ കൂടുതൽ മുട കാണിക്കണം, നീ അവിടെ പോയി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ പറയുന്ന ജഡ്ജസ് കുറച്ചുകൂടി നന്നാവാനുണ്ട്. അതുമല്ല ജഡ്ജസിന്റെ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. രാകേഷ് എന്ന് പറയുന്ന വ്യക്തിയെ ടാസ്ക് തോറ്റിട്ടും അവന് ആ പെൻഡന്റ് കൊടുത്ത് അവനെ ഇന്നാക്കിയതിൽ എനിക്ക് എന്തായാലും അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം. മൊത്തം കമന്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ ഇപ്പൊ 40 പേരെയും പരിചയപ്പെട്ടല്ലോ. പേരുകളൊന്നും എനിക്ക് ഓർമ്മയില്ല, പേരുകളൊക്കെ നമുക്ക് പതുക്കെ പഠിച്ചു വരാം. ഈ 40 വരെയും പരിചയപ്പെട്ടത് നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടപ്പെട്ടത് അതും കൂടി കമന്റ് ചെയ്യുമ്പോൾ കൂടി കാണാം. ജയ് ഹിന്ദ്.